ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് കൽപ്പള്ളി സെമിത്തേരിയിലോട്ടാണ്. അവിടെ ഇച്ചിരി ഹോണ്ടറാണെന്ന് പറയുന്നു, ചെന്ന് നോക്കാമെന്ന് വിചാരിക്കും. ഞാനുണ്ട്, രൂപിത്തുണ്ട്, ചന്തുണ്ട്, ആദർശുണ്ട്. അപ്പോൾ ഗൈസ്, രാത്രി ഏകദേശം സമയം 12 മണിയോടെ അടുക്കുന്നു. ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചിട്ട് അവിടെ ചെന്നിട്ട് വീഡിയോ. പക്ഷെ കാര്യമൊന്നുമില്ല. ഞാൻ കണ്ടായിരുന്നു മറ്റേ എയർപോർട്ട് റോഡിൽ 2-3 വണ്ടി ഇടിച്ച് പണ്ടൊക്കെ ഉണ്ടായിരുന്നു. കൂടാട്ടോ അല്ലേ? ഒരു 2 മെഴുകുതിരി കിട്ടുമോ? ഇപ്പൊ എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? ആക്ച്വലി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോണ്ടഡ് പ്ലേസ് ആണ്. അതായത് കൽപ്പള്ളി സെമിത്തേരി. നമ്മളിപ്പോ സമയം കൽപ്പള്ളി സെമിത്തേരി. സമയം ഇപ്പൊ വെള്ളിയാഴ്ച, സമയം 1 മണിയാകും രാത്രി. വെള്ളിയാഴ്ച ഇപ്പൊ 12:30 ആയി. നമ്മളവിടെ ചെല്ലുകയാണ്. ഈ റോഡ് ഇപ്പൊ ആരും ഉണ്ടാകത്തില്ല. ഞങ്ങൾ ഞങ്ങള് മാലിട്ടേക്കുന്നുണ്ട്, പ്രശ്നമില്ല. കുരിശുണ്ട് ബെഞ്ചിൽ. ഞാനും ഒരു തുടങ്ങി. അപ്പൊ ഇവിടെ സെക്യൂരിറ്റി പോലും ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത്. ഞങ്ങൾ നോക്കിയപ്പോ ഇന്ന് സെമിത്തേരിക്കുള്ളിൽ കയറിയെന്ന് സെക്യൂരിറ്റി രാത്രി ഉണ്ടാകത്തില്ല. അവർക്ക് പേടിയായതുകൊണ്ട് അവര് അത് കാരണം ഇത് കുറച്ച് റിസ്കിയാണ്. ഞാൻ കാറിനകത്തിരുന്നോളാം. മണം എങ്ങനെ കയറുന്നു? നേരെ പോകുന്നു, നേരെ കാണിക്കുന്നുണ്ടല്ലോ. നേരെ വിട്. അവിടെ പോയിട്ട് ഇല്ലാന്ന് തിരിച്ചു വരാം. ഒരു ശവത്തിന്റെ ശവം കരിഞ്ഞ സ്മെല്ലടിക്കുന്നു. ശ്വാസം കീഴിട്ടേക്കുമല്ലോ. പിന്നെ സ്മെല്ല് അടിക്കുന്ന അകത്തോട്ട്. നിങ്ങൾ ക്ലാസ് ഓപ്പൺ ആയിരുന്നു? എടാ, ഇത് ഒരു പെർഫെക്റ്റ് സ്പോട്ടാ. എന്താണെന്നറിയോ? അപ്പുറത്തെ റെയിൽവേ ട്രാക്ക് ആരും ഇല്ല. ലെഫ്റ്റ് സൈഡ് ഇവിടെ ലൈറ്റ് ഒക്കെ മിന്നുന്നുണ്ടോ? എന്തോ പ്രശ്നമുണ്ട്. നെഗറ്റീവ് എനർജി ഉണ്ട് ഇവിടെ. ഇവിടെ അല്ല. അപ്പൊ അവിടെ നിന്നാണ് കയറുന്നത്. അവിടെ നിന്നാണ് എൻട്രി. അതാണ് അവിടെ. അവിടെ നിന്നൊരു വ്യൂ അങ്ങോട്ട് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. വണ്ടി വെടിച്ചിട്ട് അകത്തോട്ട് നടന്നു പോവാണ്. അതുവഴി വണ്ടി കയറ്റുന്ന ഒരു ഇതുണ്ട്. വണ്ടി കയറ്റും. നീ കൂട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടി. അത് തന്നെ. വണ്ടി ലോക്ക് ചെയ്തിട്ട് അകത്തെങ്കിലും ഇരിക്കാമല്ലോ. അല്ല, അകത്തിരിക്കുമ്പോ വണ്ടിയുടെ അകത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇറങ്ങാൻ പറ്റും. 5 പേരുണ്ട്. അതുകൊണ്ടല്ലേ നമ്മള് വണ്ടിക്കകത്ത് ഫുൾ ആളെ നടന്നു ഈ ഡ്രോണാ. അത് ഇത് കണ്ടോ? ഫോഗ് അടിച്ചിട്ട് വണ്ടിയിട്ട് നടന്നു പോളിയാ. നടന്നു പോകണ്ടി റഷ്. അല്ല, നീ ആരെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയടാ? എന്താ ഇങ്ങോട്ട് എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? വ്ലോഗ് ചെയ്യാനല്ല, ദേ ശവം കത്തുന്നുണ്ടോ? എല്ലാം നിൽക്കി ഇവിടെ ഒന്ന് വീഡിയോ
എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് അവിടെ ആപ്പട് വെട്ടമില്ലാത്തൊരു സ്പോട്ടേ ഉള്ളൂ. ആ സ്പോട്ടിൽ നീ വീഡിയോ ക്യാമറ ഓൺ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യുക. ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി ഓടിച്ച് ഇപ്പുറത്ത് നിൽക്കും. എന്താ വെച്ചാൽ ആ തൊട്ടടുത്ത് തന്നെ നമ്മുടെ കൂട്ടത്തിൽ ധൈര്യമുള്ള ആരാ? ഞാൻ തന്നെ. ഞാൻ വണ്ടി ഓടിക്കാം. ഓക്കെ, 2000 രൂപ എനിക്ക് തരണം. 5 മിനിറ്റ് ഞാൻ അവിടെ നിൽക്കും. ഞാൻ തന്നെ. ഞാൻ വണ്ടി ഓടിക്കാം. ഓക്കെ, 2000 രൂപ എനിക്ക് തരണം. 5 മിനിറ്റ് ഞാൻ അവിടെ നിൽക്കും. വീഡിയോ മൊത്തം എടുത്തിട്ട് വരണം എന്ന് വെച്ചാൽ ഇരുട്ടത്ത് നിന്നിട്ടാണ് ഒരു 5 മിനിറ്റ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ നടന്നു വരും. 2000 രൂപ ഞങ്ങളെല്ലാം സ്പോട്ടിൽ എനിക്ക് തരണം. വരുമ്പോ എനിക്ക് ഇപ്പൊ കിട്ടണം. ഇപ്പൊ എനിക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കാം. വെള്ളിയാഴ്ച കേട്ടാ, ക്രിസ്ത്യൻസിനൊക്കെ പവർ കൊടുത്ത ദിവസം ദുഃഖവള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച നോർമലി എല്ലാ നാട്ടിലും വെള്ളിയാഴ്ച കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസമല്ലേ. ഇപ്പൊ ക്രിസ്ത്യാനികളാണെങ്കിൽ ദുഃഖവള്ളി, ഇപ്പൊ ഹിന്ദുക്കളാണ് ഈ വെള്ളിയാഴ്ചയൊക്കെ പ്രേതം വരുന്ന കേട്ടില്ല. ഇന്ന് 13 അല്ലല്ലോ, അതുകൊണ്ട് രക്ഷപ്പെട്ട്. ഒരു മറ്റേ ആകാശാങ്കിയോ വലിയൊരു പടം ഉണ്ടല്ലോ, മറ്റേ ടൈമിംഗ് ആണ്. 12 മണി തൊട്ട് ഇപ്പൊ 12:30, 1 മണി തൊട്ട് 3 മണി വരെ. 3 മണി അത് മറ്റേ വരെ ആണ് പീക്ക് ടൈം. അമ്പലത്തിലേക്ക് പ്രാർത്ഥിക്കുക കയറി ഗ്ലാസ് അടച്ചിട് സീനാണ്. ആ മണം അടിച്ച് ഗ്ലാസ് അടച്ചിട്. നെൽസന്റെ ഹെൽത്ത് ഒക്കെ അറ്റാക്ക് ഒക്കെ വീണിട്ട് ശ്രീതവിടെ നിൽക്കുമ്പോ പറയുന്നൊരു കൈ വന്ന് തീർന്നു. ഒന്നാമത് ശവമൊക്കെ കത്തിക്കൊണ്ടിരിക്കുക അവിടെ. മരിച്ചു കഴിഞ്ഞ ഒരു 2 ദിവസത്തേക്ക് ആ ബോഡി 16 ദിവസം ആത്മാവാണ്. മറ്റേ ഡൈസർ പറയുന്നില്ലേ? അല്ലാതെ എനിക്കറിയാം. സത്യം പറഞ്ഞ ഉണ്ട് കേട്ടോ, ഇതൊക്കെ ഉള്ള കാര്യം പറയല്ല, സൂക്ഷിച്ച് കളിക്കണം. ഇവിടുന്ന് ശവം തോണ്ടാൻ വന്ന അല്ല, നമ്മുടെ ഇത് തെളിവുണ്ടല്ലോ. എന്ത് വീഡിയോ നമ്മളൊരു സാധനം ചൂസ് ചെയ്യും അവിടെ പോണ വഴി. നമ്മളൊരു സാധനം ചൂസ് ചെയ്യും അവിടെ പോണ വഴി. ഞാൻ കേട്ട് ഇതെന്തോ അപായ സൂചനയാണ്. കളി നിൽക്കി നമ്മളൊരു സാധനം ചൂസ് ചെയ്യും ആ കളി കൊടുത്തിട്ടുണ്ട്. നീ അവിടെ നിന്ന് ഇറങ്ങി ഞാനിങ്ങനെ വണ്ടി എടുത്തോണ്ട് പെട്ടെന്ന് പോകും. അല്ലെ വണ്ടി തിരിച്ചിടാൻ കേട്ടോ, അല്ലെ ഓടി ട്രെയിൻ സീറ്റിലൂടെ കയറി ഇവിടെ ഇറങ്ങുന്ന പരിപാടി ഒന്നുമില്ല. ഇറങ്ങുന്നില്ല ഇപ്പൊ. പേടിക്കും, ശരിയാണ്, പേടിച്ച് പിന്നെ പനി പിടിച്ച് പാടല്ല മേടിച്ച് പോലെ തോക്കുമല്ലോ. മറ്റേ യൂട്യൂബിനകത്ത് കാണിച്ച വീഡിയോ അവന്മാർ ഇങ്ങോട്ട് വളയുന്നുണ്ടായിരുന്നു. അവന്മാർ ഇവിടെ കിടന്ന് കറങ്ങുന്നതാണ് കാണിച്ചത്. അവന്മാര് രാവിലെയാണോ ഉച്ചക്കാണോ? വയ്യപ്പോ അല്ലേ? ഉള്ളോട്ട് നല്ല റോഡുണ്ട്, ലൈറ്റ് ഇല്ല, നല്ല റോഡ്. വയ്യപ്പോ നമ്മളെ പേടിച്ച് പ്രേതങ്ങൾ ഓടാനുള്ള സാധ്യതകളാണ് എനിക്ക്. ഇതെല്ലാം സാധാരണ എല്ലാം ഉണ്ട്.
മുകളിലോട്ടൊന്ന് പരത്തിട്ട് വരാം. നടന്നിട്ട് വരാം. ഇനി മാലയിട്ട് തന്നെ പിടിക്കില്ല. ഇതുപോലുള്ള കാര്യങ്ങളെ ഈ ആത്മാക്കൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ലൈറ്റുകൾ ഇങ്ങനെ മിന്നിക്കുക, മൈൻഡ് ചിലപ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ചെറിയ കാറ്റ്, തണുത്ത കാറ്റ്. ഓക്കെ, നേരെ പോകുമ്പോ നേരെ പോകും. എല്ലാ ഡോറും ലോക്ക് നീ ചുമ്മാ കളിക്കുന്നു. സത്യം പെട്രോൾ ഇടാം. പെട്രോൾ ഉണ്ടെങ്കിൽ അടിച്ചിട്ട് എടുത്തോണ്ട് പോവാം. പക്ഷേ നേരെ വല്ല റോഡുണ്ടോ? റോഡില്ല. വേറൊരു പ്രശ്നമുണ്ടോ? വേറെ ആരെങ്കിലും നമ്മുടെ വണ്ടിയെ കാണുമ്പോൾ അവര് പേടിക്കാൻ സാധ്യതയുണ്ട്. വെട്ടം കുറേ നേരം കൊണ്ട് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വെട്ടാൻ കൊണ്ട് കിടന്നാൽ ചരിക്കുന്നതായിരിക്കും പറയുന്നത്. ഉള്ളിലോട്ടൊക്കെ വീഡിയോ എടുക്കണം. വീഡിയോ ഒരു ഇതുണ്ടല്ലോ പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോ വന്നപ്പോൾ ഒരു പേടി ഭയം. തലക്കിന് പെരുപ്പ് വന്നില്ല രോഹിത്. ഒതുങ്ങി മതി എന്നുള്ളൊരു രീതിയില്ലേ? മതിയായി അത് ടൂറിസം ആക്കി കഴിഞ്ഞാൽ നടക്കൂലല്ലോ. തിരിക്കാൻ പറ്റില്ല. വേണ്ട, 10 ഓടി ഓടിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നെഗറ്റീവ് നമ്മള് വണ്ടി തിരിച്ചല്ലേ ഇരുന്നു? അപ്പുറത്തോട്ട് ഓപ്പോസിറ്റ് ഇല്ലടാ. ഇപ്പൊ നമ്മൾ ഫുൾ എക്സ്പ്ലോർ ആയി. നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എടുക്കടി. ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്നോ? ഇവിടെ നോക്കി എനിക്ക് അവിടെ ഫീൽ ചെയ്തായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് പോയപ്പോ അവിടെ ഇച്ചിരി ഒരു ചെറിയ ഭയം പോലെ വന്നു. അവിടെ പോയപ്പോഴത്തേക്കും അല്ലെങ്കിൽ ഭയം വല്ലാതെ വേറെ തോന്നുന്നുണ്ടോ? ഇല്ല. നോക്കി എന്തെങ്കിലും കിട്ടുമെന്നോ? ബോഡി കാണാൻ പറ്റുമെന്നോ? ഇവിടെ ആളുകളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ എത്ര ആളുകൾ മരിച്ചു, എത്ര ആളുകൾ അടക്കം ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കത്തിച്ചിട്ട് ചുമ്മാ ഇവിടെ ഉണ്ടാക്കിയിടും അല്ലേ? അത് ഓർമ്മയ്ക്ക്. ചിലരെ കുഴിച്ചിടും, ചിലരെ കത്തിച്ചിട്ട് മാത്രം ഇടും. ഇപ്പൊ നീ ഒന്ന് ആലോചിക്കുക, അവരുടെ ഒരാളുടെ
ബന്ധുക്കളാണ് ഇവിടെ കിടക്കുന്നെങ്കിൽ അവർക്ക് പേടി വരുമോ? അതാണ് അല്ലേ? അത് നമ്മുടെ വീടിന്റെ സൈഡിൽ നമ്മുടെ വീട്ടുകാരെ ബന്ധുക്കാരെ കുഴിച്ചു മൂടി കഴിഞ്ഞാൽ നമുക്ക് പേടി വരും. നമ്മുടെ പള്ളിയിൽ ഇപ്പൊ എല്ലാരും നമ്മുടെ ആളുകളാണെന്ന് വിചാരിച്ച് പോകുക, അത്രേ ഉള്ളൂ. വേറെ ഏതെങ്കിലും സ്ഥലമുണ്ടോ നിങ്ങളുടെ കുറച്ച് പേടി ഈ സ്ഥലം രൂപത്തിനെ കണ്ട സ്ഥലം രൂപമായിട്ട് കാണാൻ പറ്റും. നോക്കി ഒരു വെള്ള ഇതുണ്ടോ? അതെന്താ നോക്കാം. നേരെ വണ്ടി എടുക്കണം. ഓടല്ല, അവിടെ ഇതുണ്ട്, വഴിയുണ്ടല്ലോ. കുഞ്ഞൊരു കല്ലറ, കൊച്ചിന്റെ ആയിരിക്കും അല്ലേ? കല്ലറയാണ്, സിംഗിൾ കല്ലറ. അല്ലെ കൊച്ചു കല്ലറ. അവിടെ ആരും നിക്കുന്ന പോലെ ഉണ്ടല്ലേ? അവിടെ ഒരു അല്ലേ ആർക്കാ ധൈര്യമുള്ള എൻ്റെ കൂടെ ഞാൻ വീഡിയോ അതിൻ്റെ അകത്ത് എടുക്കണ്ട. പേരൊന്നും ഓർത്ത് വെക്കല്ലേ, സീനാ. പറയുമ്പോ പേര് തന്നെ